ഞാൻ നിങ്ങൾ പറയുമ്പോഴാണ് അശ്ലീല വീഡിയോ ആരും പ്രചരിപ്പിക്കാൻ പാടില്ല. ആരും പ്രചരിപ്പിച്ചാലും കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിയെടുക്കാം കേട്ടോ. കേസെടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ നടപടിയെടുക്കാം. മാത്രമല്ല സൈബർ ഡൊമൈനിൽ വളരെ മോശമായ പരാമർശം എല്ലാ ഭാഗത്തും നടന്നിട്ടുണ്ട്. ഞാൻ ഇടുക്കിയിൽ പോയ ദിവസം ഷീല ഡി കുര്യാക്കോസിന്റെ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിന് പങ്കെടുക്കാൻ പോകുന്നു 9-ാം തീയതി. അന്ന് തലേ ദിവസം ഒരു വീഡിയോ അതായത് കേരള സ്റ്റോറി ഇടുക്കി രൂപതയിൽ പ്രദർശിപ്പിച്ചു. അതിൽ പ്രതിഷേധിച്ച് എന്റെ നേതൃത്വത്തിൽ ഇടുക്കി ബിഷപ്പ് ഹൗസിന്റെ പ്രതിഷേധ തൊടുപുഴയിൽ ഞാൻ എത്തുന്നത് 7 മണിക്ക്. ഇത് കണ്ടോടെ ഞാൻ അപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. ഒരു കേസെടുത്തു. ഞാൻ ഇടുക്കിയിലെ ബിഷപ്പിനെ ഫേക്കായിട്ടുള്ളതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് എല്ലാ ഭാഗത്തും നടക്കുന്നത് ഇതുപോലുള്ള ഫേക്കായിട്ടുള്ള